Hi, my dear ones. Welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. State Cooperative Election Commission Section 28B അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. Question number 1. Which section deals with the constitution of the State Cooperative Election Commission? Answer is Section 28B subsection 1. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന, അതായത് രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 28B(1) അതിനെക്കുറിച്ച് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഹൗ മെനി മെമ്പേഴ്സ് ക്യാൻ ദ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഹാവ്? ആൻസർ നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സ്. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 3-ൽ കൂടാത്ത മെമ്പേഴ്സാണ്. നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ഈസ് ദ ടെന്യൂർ ഓഫ് ദ ചീഫ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ? ആൻസർ 5 years or 62 years of age, whichever is earlier. ഒരു ചീഫ് ഇലക്ഷൻ കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധിയാണ് പറയുന്നത്. അത് 5 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് അതാണ് ചീഫ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി. ക്വസ്റ്റ്യൻ നമ്പർ 4. Who has the power to fix the maximum and minimum limit of election expenses for societies? Answer State Cooperative Election Commission in consultation with the registrar. ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ ചിലവുകളുടെ ലിമിറ്റ് നിർണ്ണയിക്കുന്നത് ആരൊക്കെയാണ്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ രജിസ്ട്രാറുമായി കൺസൾട്ട് ചെയ്താണ് അതിൻ്റെ ചിലവുകളുടെ കാര്യത്തിൽ ലിമിറ്റ് വയ്ക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 5. Who can make rules for matters related to the elections? Answer the government. ഇലക്ഷനെ സംബന്ധിച്ചുള്ള റൂൾ മേക്കിംഗ് ആരാണ് നടത്തുന്നത് എന്നാണ്. ആൻസർ ഗവൺമെൻറ് ആണ്. ഇനി ഇലക്ഷൻ എന്നല്ല, എന്തിനെക്കുറിച്ചുള്ള റൂൾ മേക്കിംഗ് ആണെങ്കിലും അത് ഗവൺമെൻറ് ആണ് നടത്തുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ഒരു സംഘത്തിൻ്റെ ആനുവൽ ജനറൽ ബോഡിയെക്കുറിച്ച് പറയുന്ന, ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 29. സെക്ഷൻ 29 subsection 1. A general body meeting of a society shall be held within a period of 6 months of the close of the financial year for the purpose of A. Approval of the budget with reference to the program of the activities of the society prepared by the committee for the ensuing years. B. Election, if any, in the prescribed manner of the members of the committee other than nominated members. സാമ്പത്തിക വർഷം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ഒരു സംഘത്തിൻ്റെ പൊതുയോഗം നടത്തേണ്ടതാണ് എന്നാണ് സെക്ഷൻ 29(1) പറയുന്നത്. സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇങ്ങനെ നടത്തുന്ന പൊതുയോഗത്തിൽ പരാമർശിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് താഴെ പറയുന്നത്. ഒന്നാമതായി പറയുന്നത്, അടുത്ത വർഷത്തേക്ക് കമ്മിറ്റി തയ്യാറാക്കിയ സൊസൈറ്റിയുടെ പ്രവർത്തന പരിപാടിയെ അടിസ്ഥാനമാക്കിയുള്ള ബജറ്റിൻ്റെ അംഗീകാരം. അടുത്തതായി പറയുന്നത്, ആ വർഷം ഇലക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ കമ്മിറ്റിയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ ഒഴികെയുള്ള മറ്റ് കമ്മിറ്റി അംഗങ്ങളെ നിർദ്ദിഷ്ട രീതിയിൽ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച്. നെക്സ്റ്റ്, കൺസിഡറേഷൻ ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ഫോളോ അപ്പ് ആക്ഷൻ ഓഫ് ദ കമ്മിറ്റി thereon ആൻഡ് ദ ആനുവൽ റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെയും വാർഷിക റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ കമ്മിറ്റിയുടെ തുടർ നടപടികൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, റിവ്യൂ ഓഫ് ഓപ്പറേഷണൽ ഡെഫിസിറ്റ് ഓർ ലോസ് ഇഫ് എനി ആൻഡ് പ്രോഗ്രാം ടു റെഡ്യൂസ് സച്ച് ഡെഫിസിറ്റ് ഓർ ലോസ്.
അതായത് പ്രവർത്തന കമ്മിയുണ്ടോ എന്നും ഉണ്ട് അത് കുറയ്ക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവലോകനം ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ്, അപ്രൂവൽ ഓഫ് ദ പ്രോഗ്രാം ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ദ സൊസൈറ്റി പ്രിപ്പയർഡ് ബൈ ദ കമ്മിറ്റി ഫോർ ദ എൻഷുയിങ് ഇയർ. അതായത് അടുത്ത വർഷത്തേക്ക് കമ്മിറ്റി തയ്യാറാക്കിയ സൊസൈറ്റിയുടെ പ്രവർത്തന പരിപാടിയുടെ അംഗീകാരം. നെക്സ്റ്റ്, റിവ്യൂ ഓഫ് ആനുവൽ റിപ്പോർട്ട് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് എനി സബ്സിഡിയറി ഓർഗനൈസേഷൻ ഇഫ് എനി. അതായത് ഏതെങ്കിലും ഒരു സബ്സിഡിയറി ഓർഗനൈസേഷൻ അഥവാ അനുബന്ധ സ്ഥാപനമുണ്ടെങ്കിൽ ആനുവൽ റിപ്പോർട്ടും അക്കൗണ്ട്സും അതിൻ്റെ അവലോകനം ചെയ്യൽ. നെക്സ്റ്റ്, അമെൻമെൻറ്റ് ഓഫ് ബൈലോസ്, ബൈലോ ഭേദഗതി ഉണ്ടെങ്കിൽ അത്. നെക്സ്റ്റ്, ഡിക്ലറേഷൻ റിഗാർഡിംഗ് ഡേറ്റ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ഇറ്റ്സ് ജനറൽ ബോഡി മീറ്റിംഗ് ആൻഡ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻസ് വെൻ ഡ്യൂ. അതായത് ജനറൽ ബോഡി മീറ്റിങ്ങും ഇലക്ഷനും നടത്തുന്ന തീയതിയുടെ പ്രഖ്യാപനം അത് ഡ്യൂ ആയി കിടക്കുകയാണെങ്കിൽ. നെക്സ്റ്റ്, എനി അതർ ഇൻഫർമേഷൻ റിക്വയർഡ് ബൈ ദ രജിസ്ട്രാർ ഇൻ പെർസ്യൂവൻസ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട്. ആക്ടിന് വിധേയമായിക്കൊണ്ട് രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്ന മറ്റെന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ അതും ഈ ജനറൽ ബോഡിയിൽ ഡിസ്കസ് ചെയ്യും. അടുത്തതായി പറയുന്നു, ഡിസ്പോസൽ ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് കൺസിഡറേഷൻ ഓഫ് എനി അതർ മാറ്റർ വിച്ച് മേ ബി ബ്രോട്ട് ഫോർവേഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ബൈലോസ്. അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ വിനിയോഗിക്കൽ എങ്ങനെയൊക്കെ ആവാം. പിന്നീട് പറയുന്നു, ബൈലോ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുവരാവുന്ന മറ്റേതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള പരിഗണന കൊടുക്കൽ. In the annual general body, consideration of detailed list of all liabilities of members of the committee and the employees of the society and their family members due to the society for the previous financial year. For the purpose of this clause, family members means husband, wife, their children, including adopted children and parents. ഇനിയും പറയുന്നു, ആനുവൽ ജനറൽ ബോഡിയിൽ കമ്മിറ്റി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും മുൻ സാമ്പത്തിക വർഷത്തെ സൊസൈറ്റിക്ക് നൽകേണ്ടുന്ന എല്ലാ ബാധ്യതകളുടെയും പട്ടിക ലിസ്റ്റ് പരിഗണിക്കൽ. ഇവിടെ ഇതിലേക്കായി ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഭർത്താവും ഭാര്യയും അവരുടെ കുട്ടികളെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും പിന്നെ പേരൻസും അത്രയും അടങ്ങുന്നതാണ് ഈ കാര്യത്തിൽ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ബുള്ളറ്റ് പോയിൻറ്റ്സ് നോക്കാം. സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് മസ്റ്റ് ബി ഹെൽഡ് വിത്തിൻ 6 months ഫ്രം ദി ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. പർപ്പസ് approval of budget and program of activities for the next year, election of committee members except nominated ones, consideration of audit report, annual report and follow-up actions. Next, review of operational deficit or loss and plan to reduce it, approval of program of activities prepared by the committee, review of annual report or accounts of subsidiary organizations, amendment of bylaws, declaration of date of annual general meeting and election schedule, providing any other information required by registrar. Next, disposal of net profit, consideration of other matters as per bylaws, detailed list of liabilities of committee members, employees and their family members to the society. Family members include husband, wife, children including adopted and parents. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, to which game Deodhar Trophy is related? Answer is cricket. Next, meaning of ex parte. Answer one-sided, ഏകപക്ഷീയമായി. Next question, 3:81 and 9:dash. Answer 6561. ഇവിടെ
3യുടെ സ്ക്വയറാണ് 9. അതുപോലെ 81ൻ്റെ സ്ക്വയറാണ് 6561. Now, your turn to answer. Question number 1. Dash is the largest river in Kerala. Next question. Meaning of integrity. Next question. 12 is to 8271 and 15 is to dash. Leave your answer in the comment box and stay tuned for the next episode. Thank you.